അപ്പോൾ നമ്മൾ സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പായസം റെസിപ്പി നമ്മുടേതല്ല, സർപ്രൈസായിട്ട് ജഡ്ജസ് തന്നതാണ്. അപ്പോൾ നമുക്ക് സർപ്രൈസ് കിറ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ശർക്കര വെച്ചാണ് പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ റൗണ്ട് ഞാനൊന്ന് ശർക്കര മാറ്റിയിട്ട് പഞ്ചസാര സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഴം എടുക്കാം. ഈ 2 പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ച് അവലും പഴവും വെച്ചൊരു പായസം റെഡി ആക്കിയിട്ടുണ്ട്. അത് ആദ്യമേ നിങ്ങളടുത്ത് പറയുന്നില്ല, ഞാൻ കുക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഇതിലൊന്ന് നട്ട്സ് വറുത്ത് കോരാമേ. വറുത്ത് കോരിയ നട്ട്സ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബനാന ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ദാ ഒന്ന് ചെറുതായി മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പകുതി പാകമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവൽ ചേർക്കണം. അപ്പോൾ നമുക്ക് ഈ പായസത്തിൽ മെയിനായിട്ട് വേണ്ടത് പഴത്തിൻ്റെയും അവലിൻ്റെയും ടേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു ഐഡിയയിൽ ഏകദേശം രണ്ടും ഒരുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രിസ്പായിട്ടുണ്ട്. ആ ടൈമിൽ തീ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കാഷ്യൂ ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ചേർക്കണം, പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യത്തിന് മാത്രം പഞ്ചസാര. അപ്പോൾ പഞ്ചസാര നല്ല അലിഞ്ഞിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് ആറാനായിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതിനെ നമുക്ക് ആവശ്യത്തിന് മിൽക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. എന്താ ഇവിടെ എല്ലാവരും പറയുന്ന ഈസി പായസമെന്ന്, എനിക്ക് കുറച്ച് ടഫായിരുന്നു. കാരണം ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാ പേർക്കും ഈസിയാണ്. പക്ഷെ ടഫ് ആവാനുള്ള കാരണം എല്ലാവരെയും തികച്ചും വ്യത്യസ്തമാവാൻ വേണ്ടി ഇതിനെ ക്രിയേറ്റീവ് ആക്കാൻ നോക്കി. അപ്പം നമ്മൾ എല്ലാ പായസവും വെക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട്, രണ്ടും കൂടെ മാഷ് ചെയ്തിട്ട് നെയ്യിലും പാലിലും വരട്ടിയെടുത്തു. അപ്പോൾ വരട്ടിയെടുത്തു. നമ്മുടെ മറ്റുള്ള പായസങ്ങൾ വയ്ക്കും പോലെ, കടല പായസവും ചക്ക പായസവും ഒക്കെ വയ്ക്കും പോലെ ഈ അരച്ച മിക്സ് എന്റെ ഐഡിയ എനിക്ക് ടഫായിരുന്നു. കാരണം ആ മിൽക്ക് നന്നായിട്ട് വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നു. എന്നിട്ടാണ് ഞാൻ കൺസിസ്റ്റൻസി ഒരുപാട് കുറച്ച് എന്താ പറയാ ഇലാബറേറ്റ് ആയിട്ട് വേറൊരു സ്റ്റൈലിൽ ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് ഉള്ളവരുണ്ടാകും. ഇന്നലത്തെ എന്റെ പായസം ഞാൻ പെട്ടെന്ന് തീർത്തു. അത് വളരെ ഈസി ആയിരുന്നു. പറ്റുന്നില്ല, അടിപൊളിയായിട്ട് ചെയ്യും. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ഒരു ചാലഞ്ച്. ഈ 6 പേരിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്ന റൗണ്ടിന് ഇപ്പോഴത്തെ കോൺഫിഡൻസ് കണ്ടോ? കോൺഫിഡൻസ് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ. ഇതെല്ലാം റെഡിയാക്കണം. അപ്പോൾ ഇച്ചിരി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ അവല് കുറച്ചൊന്ന് വറുത്ത് പോരാം. ചെറുതായിട്ടൊന്ന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കോരിയെടുക്കാം. കുറച്ച് പാല് തിളപ്പിക്കാം. ഈ പാലൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മളിത് കണ്ടല്ലോ, നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന മിക്സാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് പാലിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ ഇളക്കാനായിട്ട് ഈ പാലിൽ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന പഴം വളരെ കുറച്ച് മതി കേട്ടോ. പെട്ടെന്ന് കുറുകി പോവേ പായസം, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടി പാലൊഴിക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയ രീതിയൊക്കെ. അപ്പോൾ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങളെല്ലാവരും ഇത്
നന്നാവാനായിട്ട് പ്രാർത്ഥിക്കണം. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബൗളിലേക്ക് മാറ്റാം.